നാളെയാണ് ഇന്ത്യ സിംബാബ്വെ നാലാമത്തെ T20. നാളെ ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം. നേരത്തെ തന്നെ ഇന്ത്യ 2-1 പരമ്പരയിൽ മുന്നിലാണ്. ഇനി ബാക്കി 2 മാച്ചും കൂടെയുള്ളൂ. നാളത്തെ ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ വന്നേക്കും. അഭിഷേക് ശർമ്മയെ വീണ്ടും ഓപ്പണിംഗിലേക്ക് മാറ്റുകയാണ്. അതുപോലെ സഞ്ജുവിനെ പ്രൊമോഷൻ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നാളത്തെ ഇന്ത്യ സിംബാബ്വെ നാലാമത്തെ T20 കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യമായിട്ട് ഓപ്പണിംഗിലാണ് മാറ്റം വരുന്നത്. കഴിഞ്ഞ മാച്ചിൽ ശുഭ്മാൻ ഗില്ല് ഓപ്പണിംഗിൽ ഇറങ്ങി ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. വളരെ സ്ലോ ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. അഭിഷേക് ശർമ്മയെ 1 ഡൗണിലാണ് കളിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ താരത്തിന് ഫോമാകാൻ സാധിച്ചില്ല. ഇപ്രാവശ്യം അഭിഷേക് ശർമ്മ ഓപ്പണിംഗിൽ വരും. ജയ്സ്വാളും അഭിഷേകുമായിരിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുന്നത്. ഗില്ല് 3-ാം സ്ഥാനത്താണ് കളിക്കാൻ പോകുന്നത്. അതുപോലെ സഞ്ജുവിന് ബാറ്റിംഗിൽ കൂടുതൽ അവസരം കിട്ടും. സഞ്ജുവിന് പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. ഋതുരാജിന് മുന്നേ സഞ്ജു ഇറങ്ങും. ഒരു പക്ഷേ നാളെ സഞ്ജുവിനെ 1 ഡൗണിൽ ഇറക്കാനും സാധ്യതയുണ്ട്. സഞ്ജുവിനും റിങ്കു സിംഗിനും കഴിഞ്ഞ മാച്ചിൽ അവസരങ്ങൾ കിട്ടിയില്ല. അപ്പോഴേക്കും ഓവർ തീർന്നു. ശുഭ്മാൻ ഗില്ലിന്റെ സ്ലോ ബാറ്റിംഗ് ആണ് പണിയായത്. അതുകൊണ്ട് ടീമിൽ മാറ്റം വരികയാണ്. ഇന്ത്യൻ ടീമിൽ ബാറ്റ്സ്മാൻമാർ കൂടുതലാണ്. ശിവൻ ദൂബെ, വാഷിംഗ്ടൺ സുന്ദർ തുടങ്ങി ഒരുപാട് ബാറ്റ്സ്മാൻമാരുണ്ട്. ബൗളേഴ്സാണ് കുറവുള്ളത്. അതുകൊണ്ട് ബാറ്റ്സ്മാൻമാരുടെ എണ്ണം കുറച്ച് കൂടുതൽ ബൗളേഴ്സിനെ നാളെ ഇറക്കും. ഇങ്ങനെ വരുമ്പോൾ ശിവൻ ദൂബയ്ക്ക് സ്ഥാനം നഷ്ടമാകും. അപ്പോൾ നാളത്തെ 4-ാം T20 ഇന്ത്യയുടെ പ്ലേയിങ്ങിൽ നോക്കാം. ജയ്സ്വാൾ, അഭിഷേക് ശർമ്മ, സഞ്ജു, ഗില്ല്, ഋതുരാജ്, റിങ്കു സിംഗ്, ശിവൻ ദൂബെ, വാഷിംഗ്ടൺ സുന്ദർ, രവി ബിഷ്ണോയ്, ആവേശ് ഖാൻ, ഖലീൽ അഹമ്മദ്. നാളത്തെ മാച്ചിലും ഇന്ത്യ തന്നെ ജയിക്കുമെന്നത് ഉറപ്പാണ്. കാരണം സിംബാബ്വെ ഇന്ത്യക്ക് ഒരു എതിരാളിയല്ല. ഇന്ത്യ ഈസി ആയിട്ട് കളി ജയിക്കും. നാളെ സഞ്ജുവിനെ നേരത്തെ ഇറക്കിയാൽ സഞ്ജുവിന്റെ ഒരു വെടിക്കെട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് 4-ാം T20 വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.